മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ ധർണയിൽ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഇസഹബ്, ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ, പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കേരളത്തില്, പ്രത്യേകിച്ച് ഈ വടകര നിയോജക മണ്ഡലത്തിൽ വർഗീയ ചേറുതിരിവുണ്ടാക്കി വിദ്വേഷം വളർത്തി വോട്ട് തട്ടാൻ പരാജയം ഉറപ്പായ ഇടതുപക്ഷ മുന്നണി ശ്രമിച്ച കാര്യം നമുക്കൊക്കെ നന്നായി അറിയാം. അന്ന് കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ നേതൃത്വം നൽകുന്ന വിവിധ ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നു. അവരത് പുറത്തുവിട്ടിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സാധാരണ പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിൽ അതിൽ വ്യാജ ആരോപണം ഉണ്ടാക്കി. വ്യാജ ആരോപണം ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായും മുഹമ്മദ് കാസിം എന്ന ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകൻ തന്റെ ഫോണുമായി പോലീസ് സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അത് പരിശോധിക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തു. അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം, പുറത്തു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിലേക്ക് 2 തവണ ഞങ്ങൾ UDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നു. അത് വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ്, മനുഷ്യനെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ്, പരാജയം ഉറപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പണിയാണ് എന്ന് വളരെ വ്യക്തമായിരുന്നു നാട്ടുകാർക്കൊക്കെ. പക്ഷെ അത് ബോധ്യമാവാത്തത് ഇവിടുത്തെ പോലീസിന് മാത്രമായിരുന്നു. പോലീസ് എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് ഓഫീസ്, SP ഓഫീസിലേക്ക് UDFന്റെ മാർച്ചുകൾ നടന്നപ്പോൾ പോലീസിന് തീരുമാനമെടുക്കേണ്ടി വന്നു. അവസാനം അവർ പറഞ്ഞു, മുഹമ്മദ് കാസിമിന്റെ ഫോണിൽ നിന്ന് മുഹമ്മദ് കാസിം അത് ചെയ്തിട്ടില്ല, അദ്ദേഹം കുറ്റക്കാരനല്ല, അത്രത്തോളം നന്നായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയേണ്ടത്, ഇത് മുഹമ്മദ് കാസിം ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നു, എന്നാ പിന്നെ ചെയ്ത ആളെ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലുള്ള സൈബർ കുറ്റങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സൈബർ ഫോഴ്സ്, പോലീസിന്റെ സൈബർ വിങ് വളരെ പ്രാപ്തമുള്ള, നൈപുണ്യമുള്ളവരാണ്. വളരെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോറൻസിക് പരിശോധനയൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരളത്തിൽ നടത്താക്കാൻ കഴിയും. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ 5 മാസമായി 5 മാസമായി പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഒരുപാട് വിചിത്ര ന്യായങ്ങൾ പോലീസ് കോടതിയിലും മറ്റിടത്തൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് ഇത് പ്രചരിപ്പിച്ച ആളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ആ ഗ്രൂപ്പിന്റെ അഡ്മിനെ കണ്ടു. അഡ്മിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂടാന്നാ പറഞ്ഞു. അതോടുകൂടി അന്വേഷണം നിർത്തി. ഒരു കൊലപാതക കേസിലെ പ്രതിയെ പിടിച്ചാൽ ആ പ്രതി ഞാനല്ല എന്ന് പറഞ്ഞാൽ അന്വേഷണം നിർത്തലാണോ സാധാരണ ചെയ്യുക? ഇതേത് പോലീസാ എന്ന ചോദ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പോ കേരളത്തിലെ പോലീസ് എന്താണ് എന്ന് ഇപ്പോ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP, അദ്ദേഹത്തെ കുറിച്ചാണ് ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വന്നത്. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ശത്രുക്കള് ആ ഭരണത്തെ തകിടം മറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. ഭരണത്തെ താങ്ങി നിർത്തുന്ന LDFന്റെ പ്രമുഖനായ MLA, അത് MLA മാത്രമല്ല, ഒരിക്കൽ പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്തു പോലും അൻവറിനെ ബഹുമാനിച്ചിട്ടുണ്ട് CPM. ആ അൻവറാണ് പറയുന്നത് ADGP കൊലപാതക കേസിൽ കുറ്റവാളിയാണ്, തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കുറ്റവാളിയാണ്, കള്ളക്കടത്തിൽ കുറ്റവാളിയാണ്, സ്ത്രീ പീഡനത്തിൽ കുറ്റവാളിയാണ്,
അഴിമതി ആരോപണത്തിൽ കുറ്റവാളിയാണ്. ഇപ്പൊ RSSുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും പ്രധാന കുറ്റവാളിയാണ്. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? ഒരു സാധാരണ പോലീസുകാരനെ കുറിച്ചല്ല, പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവിനെ കുറിച്ചല്ല. കേരളത്തിൽ ക്രമസമാധാന നില നിലനിർത്താൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ DGPയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഉത്തരവാദപ്പെട്ട പല ചുമതലകളും ADGPക്ക് ഈ ഗവൺമെന്റ് ദാനമായി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഗവൺമെന്റിന്റെ കണ്ണിലെ ഏറ്റവും നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് ആ ഗവൺമെന്റിലെ പ്രധാന അംഗമായ MLA ആയ അൻവർ ഉന്നയിച്ച ആരോപണം, അൻവർ മാത്രമല്ല, അതിനെ ശരിവെക്കുന്ന രീതിയിൽ മറ്റൊരു ഇടതുപക്ഷ MLA KT ജലീൽ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മുൻ MLA ഈ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ റസാഖ് അത് ശരിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പോലീസ് ഇന്നിപ്പോ റഫറി കയറിയിട്ടാണ് ഓഫ് സൈഡിൽ ഗോളടിക്കാൻ നോക്കുന്നത്. നിയമസഭാ സ്പീക്കർ അദ്ദേഹം നിഷ്പക്ഷനായിരിക്കണം. പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ നിയമസഭയിൽ പോര് നടക്കുമ്പോ നിഷ്പക്ഷനായി നിന്ന് സഭ മാന്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് ഇന്ന് പറയുന്നത്. അദ്ദേഹം സൂപ്പർ സെക്രട്ടറിയായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ വിലസാണ് സ്പീക്കർ. എത്ര ദാരുണമായ അവസ്ഥയാണ്! കേരളത്തിലെ ഉന്നത സ്ഥാനങ്ങളൊക്കെ ചീപ്പ് പൊളിറ്റിക്സ് കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ADGPയുടെ പ്രസ്താവനയിൽ CPIക്ക് അസംതൃപ്തി ഉണ്ടല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് ഞങ്ങൾക്കും അതൃപ്തി ഉണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ട്, ചലനങ്ങളിൽ നടപടികളിൽ അതൃപ്തിയുണ്ട് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴാണ് നിഷ്പക്ഷനായി നിൽക്കേണ്ടുന്ന കേരളത്തിലെ സ്പീക്കർ പറയുന്നത് RSS. രണ്ടു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ RSS ഇന്ത്യയിലെ പ്രധാന കക്ഷിയാണ്. വളരെ ശരിയാ. മഹാത്മജിയെ വെടിവെച്ച ഗോഡ്സെയുടെ പാർട്ടി എന്നു മുതലാണ് CPMന് ഇന്ത്യയിലെ പ്രധാന കക്ഷിയായത് എന്നറിയാൻ കേരളീയർക്ക് ആഗ്രഹമുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ ADGP RSS നേതാക്കളെ കണ്ടതിൽ ഒരു തെറ്റുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഒരു കൊല്ലം മുമ്പ് റാം മാധവിനെ, RSSന്റെ പ്രമുഖനായ നേതാവിനെ 2023 ശ്രീ അജിത് കുമാർ ADGP സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിക്ക് ആ വിവരം കൊടുത്തിട്ടുണ്ട്. ഒരു കൊല്ലം മുഖ്യമന്ത്രി അതിൽ അടയിരുന്നു. അത് കണ്ട ഭാവം കാണിച്ചില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. എന്തിനാ അന്വേഷിക്കുന്നത്? അദ്ദേഹമല്ലേ പറഞ്ഞയച്ചത്? വളരെ വ്യക്തമാണ്. ഇപ്പോൾ രണ്ടാമത് ദത്താത്രേയനെ കണ്ടപ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത്. എന്തിനു കണ്ടു എന്നറിയിക്കേണ്ട ഒരു ബാധ്യതയില്ല. കേരളത്തിന്റെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGP എന്തിന് ഈ RSS നേതാക്കന്മാരെ കണ്ടു? അദ്ദേഹം പറയണം എന്തിനാണ് സംസാരിച്ചത്. നേരത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് മുമ്പിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലുള്ള അന്തർധാര ശക്തിപ്പെടുത്തിയ ഇടനിലക്കാരൻ ശ്രീ M വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അതിന് നേതൃത്വം നൽകിയത്, ഞാനാണ് ഇടനിലക്കാരനായി നിന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലുണ്ടായ അന്തർധാരക്ക് ചുക്കാൻ പിടിച്ചത് ഞാനാണ് എന്ന് ശ്രീ M ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ LDFന്റെ സംസ്ഥാന കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു. ആദ്യമൊക്കെ ഉരുണ്ട് കളിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം സമ്മതിച്ചു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിലെന്താ തെറ്റ്, ഞാനും 3-4 തവണ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ 3-4 തവണ ഇന്ത്യയിൽ കണ്ടു. പ്രകാശ് ജാവദേക്കർ കേന്ദ്രത്തിൽ മന്ത്രിയല്ല, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ല. എന്തിന് കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രഹാരി
അദ്ദേഹം പ്രകാശ് ജാവദേക്കറെ കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്തിനു കണ്ടു ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരം ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സഖ്യത്തിന്റെ മുന്നോടിയായിട്ടാണ് ശ്രീ അജിത് കുമാറിനെ ഈ RSS നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി പറഞ്ഞയച്ചത് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അപ്പോ BJP-യുടെ വോട്ടില്ലാതെ, BJP-യുമായി സഹകരിക്കാതെ കേരളത്തിൽ കൈനട്ടം വെക്കാൻ കഴിയില്ല, ഒരു സീറ്റ് പോലും കിട്ടാൻ കഴിയില്ല, പലയിടത്തും കെട്ടിവെച്ച കാശ് പോവും എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് BJP-യുമായി കൂട്ടുപിടിച്ചാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് CPM നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടത്തെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. തൃശ്ശൂരിലെ പൂരം കേരളത്തിന് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷ അവസരമാണ്, വലിയ ആഘോഷമാണ്. ധാരാളം കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശികളും ഒക്കെ വന്ന് പൂരം കണ്ട് ആസ്വദിക്കാറുണ്ട്. ലോകത്തിലെ വലിയ ഉത്സവങ്ങളിൽ ഒന്നായി പൂരം കാണുന്നു. നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും അതിൽ അഭിമാനമുണ്ട്. ആ പൂരം ഇത്തവണ കലക്കുകയാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അന്ന് തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തു, ഉന്നത ഉദ്യോഗസ്ഥരോട് ക്യാമ്പ് ചെയ്തു. എന്നിട്ട് BJP-യുടെ MP-യെ ആംബുലൻസിൽ കൊണ്ടുവന്ന് നിരോധിത, അന്ന് അദ്ദേഹം MP അല്ല, നിരോധിത മേഖലയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം സ്ഥാനാർത്ഥി. അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട CPI-യുടെ ഉന്നതനായ നേതാവ് ശ്രീ സുനിൽ കുമാർ, അദ്ദേഹം പറയുന്നതെങ്കിലും ഈ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കൊന്ന് കേട്ടൂടെ? CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് ഈ ഗവൺമെന്റ് ആണ് എന്ന ആരോപണം ഉന്നയിക്കുകയാണ് CPM. LDF-ലെ ഘടകകക്ഷികൾ, CPI ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ പോലും CPM-ന്റെ ഈ RSS BJP പ്രീണന നയത്തിന് ശക്തമായി എതിരാണ്. കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അലിഖിതമായ കരാർ നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായി പല കേസുകളും, ഈ സ്ക്രീൻഷോട്ട് കേസടക്കം റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളെ നിരുപാധികം വിട്ടയക്കുകയാണ്. കേരളത്തിൽ ആലപ്പുഴയിൽ 2 കൊലപാതകം തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്നപ്പോ ഒരു കൊലപാതകത്തിലെ പ്രതികളെ 15 പ്രതികളുണ്ട്. ഒരാൾ മരണപ്പെട്ട കേസിൽ ആ 15 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് കേരളത്തിലാണ്. അതോടൊപ്പം 2 ദിവസം കഴിഞ്ഞ് നടന്ന കൊലപാതകത്തില് കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നതിന് മുഖ്യ കാരണം ഈ അന്തർധാര തന്നെയാണ് എന്ന് കേരളത്തിൽ ഭക്ഷണം കഴിക്കുന്ന, VS അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാഫർ ഷോട്ടില് ഞങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത്, പ്രതികളെ കണ്ടെത്തണം. പ്രതികളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ കേസന്വേഷണം നിർത്തുന്ന പോലീസ് എവിടുത്തെ പോലീസാണോ? നിങ്ങൾക്ക് പോലീസ് എന്ന് പറയാൻ എന്താ അർഹതയാണുള്ളത്? അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, ആര് എന്നുകൂടി പറയണം. ആരാണ് നിങ്ങളെ തടയുന്നത്? കോടതി പറഞ്ഞില്ലേ മുഹമ്മദ് ഖാസിമി ഇരയാക്കപ്പെട്ടു. അതിലും വലിയ പരാമർശം എവിടുന്നാ വരാനുള്ളത്? കോടതിയാണ് പറഞ്ഞത്. സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ കമാൻഡാണ് മുഹമ്മദ് ഖാസിം ഇരയാക്കപ്പെട്ടു. ഇനിയെങ്കിലും കണ്ടു തുറന്നൂടെ? അത് തന്നെ ഇത്രയും വലിയ പ്രകോപനം, സംയമനം UDF-ന്റെ പ്രവർത്തകർ സംയമനം പാലിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ വടകര മണ്ഡലം, അതുവഴി മലബാർ, കേരളം എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചൂടെ നിങ്ങൾക്ക്? അത്തരമൊരു സംഭവം ഉണ്ടായിട്ട് അതിൽ വ്യാജരേഖ നിർമ്മാണം കുറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മതസ്പർദ്ധ വർത്താനുള്ള ശ്രമം 153A ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കോടതി നിരീക്ഷിച്ചു. അവസാനം ഇന്ന് പറയേണ്ടി വന്നു, ഞങ്ങൾ വ്യാജരേഖ നിർമ്മാണം പെടുത്തിയിട്ടുണ്ട്. ആദ്യം പെടുത്താത്തത് കൊണ്ടാണ് കോടതിയെ ചോദിച്ചത്. അപ്പോ ഇത്തരം ബോധപൂർവം പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ആർക്ക് വേണ്ടി കളിക്കുന്നു, ഒളിച്ചു കളി കളിക്കുന്നു എന്നറിയേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ അവസാനത്തെ മാർച്ചൊന്നുമല്ല. ഇനിയും കാര്യങ്ങൾ 5 മാസമായി. ഇനിയും ഈ സൈബർ കേസിലെ പ്രതിയെ ഒരാഴ്ച കൊണ്ട് ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലൂടെ പ്രതിയെ കണ്ടെത്താമെന്നിരിക്കെ കേരള പോലീസിന് സാധിക്കും
എന്ന് നമുക്ക് അനുഭവമുള്ള ഇരിക്കെ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇനിയും ദീർഘിപ്പിച്ചാൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ സ്വഭാവം മാറും. ഞങ്ങള് പച്ചക്കറി മാത്രം കഴിക്കുന്നവരല്ല എന്തുകൂടി മനസ്സിലാക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഏതായിരുന്നാലും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ച് അധികകാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടെങ്കിലും പോലീസ് പോലീസാകണം. പോലീസ് അജിത് കുമാർ ആകരുത്, പോലീസ് സുജിദാസ് ആകരുത്, പോലീസ് അതിനെ നയിക്കാൻ കഴിയാത്ത കെട്ടുകാര്യസ്ഥനായ ഒരു ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലാകരുത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഇനി വലിച്ചഴക്കരുത് എന്ന് മാത്രം വിനയപുരസ്സരം ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തത് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.